ഹലോ ഫ്രണ്ട്സ്, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡൈനാമിക്കലി അപ്ഡേറ്റഡ് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എക്സലിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, നോർമൽ ഡ്രോപ്പ് ഡൗൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡാറ്റ വാലിഡേഷൻ ഉപയോഗിച്ച്. അതേപോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഇവിടെ ജോബ് ഒരു ടേബിളുണ്ട്, നെയിം, ലൊക്കേഷൻ, ഏജ്, ജോബ് കാറ്റഗറി. അപ്പം ജോബ് കാറ്റഗറി നമുക്ക് പലതുണ്ട്. എക്സാമ്പിൾ മാർക്കറ്റിംഗ് കാണും, മാർക്കറ്റിംഗ്, സെയിൽസ്, ഓക്കെ, ടീച്ചിങ്, എന്തായാലും ആക്കിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് ഈ ജോബ് കാറ്റഗറിയിൽ അടി വരണം. ഓക്കെ, അത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, സാറിന് ചെയ്യുന്നത് വെച്ചാൽ ഡാറ്റ വാലിഡേഷൻ ഏത് സെല്ലാണോ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡാറ്റ ടാബിൽ പോവുക, അവിടുന്ന് ഡാറ്റ വാലിഡേഷൻ എന്ന ഓപ്ഷൻ എടുക്കുക. ഓക്കെ, എന്നിട്ട് ലിസ്റ്റ് കൊടുക്കുക, ഫ്രം ദ ലിസ്റ്റ്. ഓക്കെ, എന്നിട്ട് അവിടെ ലിസ്റ്റിൻ്റെ ഇത് എൻ്റർ ചെയ്യുക. കണ്ടോ? അപ്പോൾ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി ഈ വാല്യൂസ് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വരും. താഴോട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അവിടെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതിനകത്ത് പ്രശ്നം വെച്ചാൽ, നമ്മളിപ്പോൾ പുതിയൊരു ഇത് ആഡ് ചെയ്യുക എന്നതിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ മാർക്കറ്റിംഗ്, സെയിൽസ്, ടീച്ചിങ്, അതിനകത്ത് ഡോക്ടറും ആഡ് ചെയ്യുക ആ ലിസ്റ്റിൻ്റെ അകത്ത്. അതും എനിക്ക് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വരണം. പക്ഷേ ഈ കേസ് നമ്മൾ നോക്കാമെങ്കിൽ ആ ഡോക്ടർ എന്നുള്ള ഇതിവിടെ വരുന്നില്ല. കാരണം പഴയ ആ മൂന്നെണ്ണമേ ഉള്ളൂ, മാർക്കറ്റിംഗ്, സെയിൽസും ടീച്ചിങ്. അപ്പോൾ അതെങ്ങനെ വരുത്താമെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ ആദ്യം ചെയ്ത് നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യും ഇതുപോലെ. എന്നിട്ട് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് കൺട്രോൾ ടി ടൈപ്പ് ചെയ്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയല്ലേ. എന്നിട്ട് നമ്മൾ എവിടെയാണോ ഇത് വേണ്ടത്, വാല്യൂ ഡ്രോപ്പ് ഡൗൺ വേണ്ടത്, അവിടെ ആ സെല്ലിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഡാറ്റയിൽ പോവുക, ഡാറ്റ വാലിഡേഷനിൽ പോവുക, എനി വാല്യൂ എന്നുള്ള ഈ അലോ എന്നുള്ളത് ലിസ്റ്റ് ആക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എവിടെ മുതൽ എവിടം വരെയുള്ള റേഞ്ചാണ് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്കിവിടെ മാർക്കറ്റിംഗ് മുതൽ സെയിൽസ് വരെ. ഓക്കെ, ചെയ്തില്ലേ? ഓക്കെ, എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ നമുക്കിവിടെ ഡ്രോപ്പ് ഡൗൺ വന്നു, 3 വന്നു. നമുക്ക് താഴോട്ട് ഡ്രാഗ് ചെയ്യാം മറ്റുള്ള സെല്ലിനോട് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എല്ലാ സെല്ലിലും 3 വന്നു. പക്ഷേ ഇതിനകത്ത് ഇപ്പം പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ പുതിയൊരെണ്ണം ആഡ് ചെയ്യുക, ഡോക്ടർ തന്നെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്നുണ്ടോ നോക്കാം. ഉണ്ടോ? ഓട്ടോമാറ്റിക്കലി അവിടെ ഡോക്ടർ വന്നു. ഇനിയിപ്പം പുതിയൊരെണ്ണം ആഡ് ചെയ്യുക, ഇലക്ട്രീഷ്യൻ ആഡ് ചെയ്യുക. അപ്പോൾ അതുകൂടെ ഡ്രോപ്പ് ഡൗണിൽ വന്നിട്ടുണ്ട്. ഉണ്ടോ? എല്ലാ ഡ്രോപ്പ് ഡൗണിലും ഓട്ടോമാറ്റിക്കലി ഡൈനാമിക്കലി ഇത് അപ്ഡേറ്റ് ആയി പൊക്കോളൂ. എത്ര നിങ്ങൾ ആഡ് ചെയ്തിരുന്നു, ഈ ടേബിളിനകത്ത് എത്രമാത്രം ആഡ് ചെയ്തു അത്രയും ഇത് ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും രണ്ടാമത് പോയി ഈ ഡാറ്റ വാലിഡേഷൻ വെച്ച് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യുക, ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ഇതിനകത്ത് എൻ്റർ ചെയ്ത് പോവുക. ഓക്കെ, അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ചെറിയ ടിപ്പ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ വരുന്നതായിരിക്കും. അതുവരേക്കും പ്ലീസ് സ്റ്റേ ട്യൂൺ. ബൈ.